ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ പ്രഭാതനടുത്ത പറയുമ്പോൾ മിലിറ്ററിന്റെ ഏരിയയിലാണ്. അവിടെയുള്ള ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിന്റെ ഒക്കെ നല്ല ബീച്ച് എന്നുള്ള ബീച്ചും കടലും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമുണ്ട്. നമുക്ക് അത് പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നത് ഇന്ന്. അപ്പൊ നമുക്കിത് വിഷ്വലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇവിടുത്തെ പ്രകൃതി ഭംഗി എങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നേരെ താഴെ കടലാ. അതന്നെ ഏറ്റവും വലിയ സൗന്ദര്യം. കടലിന്റെയും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളുടെയും ഒക്കെ പിന്നെ ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര തന്നെ ഒരു നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന സംഭവം. അപ്പം നമുക്ക് ഇവിടെയൊക്കെ നമുക്കങ്ങ് താഴെ ഇറങ്ങി നോക്കാം. നമുക്ക് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി നോക്കാം. താഴേക്ക് ഇങ്ങനെ അങ്ങോട്ട് ബീച്ചില് സൈഡില് പാർക്ക് പോലത്തെ സംഭവം ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് അങ്ങ് പോകാൻ പറ്റും. അവിടെ നല്ല രസാ. ഇവിടെ വൈകുന്നേരം കുറച്ച് വെയിലായോണ്ട് ആളുണ്ട്. പക്ഷെ വൈകുന്നേരമാകുമ്പോ നല്ല ആൾക്കാരും നല്ല രസമുണ്ട്. അവിടെ വന്നാല് കടലിന്റെ കാറ്റും ഈ ചൂട് സമയത്ത് വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. കടലിന്റെ കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ എന്ത് രസം. താഴേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അവിടെ അങ്ങത്തോളം പോകാൻ പറ്റും. ആദ്യമൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടില്ല. അപ്പുറത്തേക്ക് കൂടിയാന്ന് തോന്നുന്നു വന്നേ. ഇതൊരു വഴിക്കൊരു മാറ്റം തോന്നുന്നു. ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ഇനിയിപ്പോ അവിടെ അങ്ങോട്ട് പോയി നോക്കണം. നമ്മുടെ എൻട്രി എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ഭാഗത്തേക്ക് കൂടിയാ വന്നേന്നൊരു സംശയമുണ്ട്. ഇത് ലൈറ്റ് ഹൗസ് മ്യൂസിയം. ഇത് അവിടെയാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയം ഉള്ളത്. മ്യൂസിയത്തിന്റെ ചുറ്റുഭാഗത്തായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ സാറേ പോട്ടെ. ഹലോ പോട്ടെ. ഇതാരോ ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഇത് ദൂരത്തുനിന്ന് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ആരോ ഇരുന്നതാണ്. പക്ഷെ ഇതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന സമയത്ത് തോണിയും മീൻപിടുത്തക്കാരെ ബോട്ടെല്ലാം വരുന്ന സമയത്ത് ഇത് ലൈറ്റ് വെളിച്ചം കാണിച്ചു കൊടുക്കും. നമുക്ക് കരയെത്താൻ വേണ്ടിയിട്ട് ലൈറ്റ് കാണിച്ചു കൊടുക്കുന്നത് കണ്ണൂരിലെ പ്രഭാതനടുക്കയുള്ള ലൈറ്റ് ഹൗസ്. ഇവിടെ ചെറിയ കുട്ടിക്ക് പിന്നെ കളിക്കേണ്ട പാർക്കൊക്കെ ഇവിടെയുണ്ട്. ചെറിയ പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം വെയിലായോണ്ട് വൈകുന്നേരം ഇല്ലാത്തതുകൊണ്ട് ആരും ഇല്ല. അത് കയറി വെക്കട്ടെ. ഇത് പിള്ളേർക്ക് കളിക്കുന്ന സാധനം കേട്ടോ. ഞാൻ കയറി കാല് വേനാവാ. അയ്യോ വരുന്നുണ്ട്. 2 കോൺ സ്കൂപ്പ്. ഫ്ലേവർ ഏതാ ഉള്ള? ഇവിടെ കണ്ട ഇത് ചെസ് കളിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടില്ല ഇങ്ങനെ ചെസ്സിന്റെ ഇത് കളിക്കുന്ന. കുതിര, ഇത് തേര്, രാജാവ്, ഇതെല്ലാം കണ്ട എന്ത് രസം. അപ്പുറം ഇപ്പുറം ആളിരുന്നിട്ടുണ്ട് ചെസ് കളിക്കാൻ വേണ്ടിട്ട്. സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചെസ്സിന്റെ സാധനങ്ങൾ. എടുത്തു വെക്കണ്ടേ കിട്ടിയ സാധനങ്ങൾ. കുതിര, പിന്നെ മന്ത്രി അല്ലേ, അതൊക്കെ എന്തെല്ലാതെ അറിയില്ല. അടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു രസമുള്ളൊരു പ്രത്യേക ഒരു വൈബ് സ്ഥലമാണ് ഇത്. അപ്പൊ ഇങ്ങനെ നടക്കാം. നമുക്ക് വീട്ടിൽ നടക്കാം. അവിടെ നിങ്ങത്തോളം നടക്കാം. നല്ല നടപ്പാതി അങ്ങത്തോളം സ്ഥലമുണ്ട്. നടക്കാൻ പറ്റും. ഇതിന്റെ ചുറ്റും കടലാണ്. താഴെ ഫുള്ള് കടലാണ്ടാ. കുറച്ച് അങ്ങോട്ട് ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് കടല്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറമാണ്. താഴെ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവിടെ ഇങ്ങോട്ടേക്ക് പറയുന്നില്ല. ഇത്ര വരെയുള്ളൂ തോന്നല്ലേ? ഇത്ര വരെയേ ഉള്ളൂ. അതിലെ കൂടെ അപ്പുറം സ്ഥലം ഉണ്ടാ. ഇവിടെ ഇപ്പൊ സ്ഥലങ്ങൾ കുറച്ചേ ഉള്ളൂ. സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച് എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ഇങ്ങനെ നമ്മൾ ഈ കടലിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ഈ ചെറിയ സ്ഥലമാണെങ്കിലും ഭയങ്കര രസമായി. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കടലിലേക്കുള്ള കാഴ്ചകൾ ഭയങ്കര രസമുണ്ടാ. ഭയങ്കര രസമാണ്. ഇത്ര വരെയേ ഉള്ളൂ സ്ഥലം. എന്ത് രസമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മറന്നു പോകും. എല്ലാം ഇത് പൊട്ടിപ്പോകുക. തവളേനെ കണ്ട വലിയ തവളയാ. അയ്യോ കയറാൻ കഴിയില്ല. തല ചെരുപ്പ് പൊട്ടിപ്പോ. അങ്ങോട്ട് കയറുന്നില്ല. തവള ഇത് ഫോണ്. നല്ല ബട്ടർഫ്ലൈ കാണാൻ വെച്ചിട്ടില്ല. നല്ല ബട്ടർഫ്ലൈ. അവിടെ ഒരു ബട്ടർഫ്ലൈ. അങ്ങനെ ബട്ടർഫ്ലൈയുടെ ഒരു മുയലച്ചാരനെ കണ്ടടാ. ഒരു മുയലച്ചാരൻ.
ഈ തവളച്ചാറിനൊക്കെ ഉണ്ട് പാവം. ഈ കൂണിന്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ ആലോചിക്കുന്നു. എന്താ തവള ആലോചിക്കുന്നുണ്ടാവുക? അങ്ങനെ പറയാൻ പറ്റുമോ എന്താ ആലോചിക്കുന്നത്? കമന്റിലിടട്ടെ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.